സെമി ഫൈനൽ സാധ്യത ഓൾറെഡി ഉറപ്പിച്ച KCBയും സെമി ഫൈനലിലേക്ക് കടക്കാൻ കഴിയില്ല എങ്കിലും ഒരു പോയിന്റ് കൂടി അല്ലെങ്കിൽ 3 പോയിന്റ് കൂടി നേടി ഒരു സ്ഥാനം കൂടി മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിനിടയിൽ ഗോകുലം കേരള FCയും ഇവിടെ നടക്കുകയാണ്. എലൈറ്റ് കേരള പ്രീമിയർ ലീഗിലെ 87ാമത്തെ മത്സര ദിവസത്തിൽ ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റികളെ അവരിലേക്ക് തുറന്നെടുക്കാൻ ഈ രണ്ട് ടീമുകൾക്കും സാധിച്ചു. എന്തായാലും കിക്ക് ഓഫ് മത്സരത്തിന്റെ തത്സമയ കളി വിവരണവുമായി കമന്ററി ബോക്സിൽ ഞാൻ ശ്രീനാഥ് മധുകുമാർ നിങ്ങൾക്കൊപ്പം ചേരുന്നു. അവിടെ KCBയുടെ ടച്ചോട് കൂടിയാണ് എന്തായാലും മത്സരം ആരംഭിക്കുന്നത്. കുക്കിംഗ് രണ്ടുപേര് ചാടി ഒരു പൂ വിരിയുന്നത് പോലെയുള്ള ഒരു ഫ്രീ കിക്ക്, വളരെ ട്രിക്കിയായ ഒരു ഫ്രീ കിക്ക്, വളരെ മികച്ച രീതിയിൽ വലയ്ക്കകത്തേക്ക് തട്ടിയിട്ടുകൊണ്ട് ശ്രീരാജ് KCBയെ മുന്നിലേക്ക് എത്തിക്കുന്നു. ആൻഡ് ഗോകുലം കേരള FCക്കെതിരെ ആദ്യത്തെ മിന്നൽ പൊട്ടിക്കുന്നു അവിടെ KCB. ട്രിക്കിയായ ഒരു ഫ്രീ കിക്ക് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് വളരെ ട്രിക്കിയായി തന്നെ അതിവേഗ ത്രോ ഇൻ ടു ലാസ്ബോണിന് നല്ലൊരു മൂവ്മെന്റ് ആണ് ആവശ്യം. എന്തായാലും ഫാർ എൻഡിലേക്ക് ജസ്റ്റ് ആ പന്തൊന്ന് വെച്ച് നോക്കുന്നു, എങ്ങാനും പോയാലോ എന്നുള്ളൊരു സെൻസിൽ. അവിടെ ഒരു അക്രോബാറ്റിക് അറ്റംപ്റ്റിനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. ലോങ് റേഞ്ച് ഗോകുലം കേരള FC ഒരു 10ാമത്തെ മിനിറ്റിൽ ഇൻസൈഡിലേക്ക് ലാസ്ബോൺ നൽകിയ ഒരു പന്തായിരുന്നു. പെനാൽറ്റി ഏരിയയ്ക്ക് അകത്ത് ആ ഒരു പന്ത് ആ ഒരു സിറ്റുവേഷൻ കൃത്യമായി ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും അതിനുശേഷം പുറത്തേക്ക് വീട് കിട്ടിയ ആ ഒരു ബോളിനെ വലയ്ക്കകത്തേക്ക് എത്തിക്കുന്നത് വീണ്ടും അമൻ ഗെയ്ക്വാദ്. ആൻഡ് ഒന്നാം പകുതി അവസാനിക്കുമ്പോൾ 1-1 സമനിലയിലാണ് നിലവിലെ മത്സരം എത്തി നിൽക്കുന്നത്. ഒരു ഗോൾ അടിച്ച് മത്സരത്തിൽ ആദ്യം ലീഡ് ചെയ്തുവെങ്കിൽ അതിന് കൃത്യമായ മറുപടി രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ നൽകിക്കൊണ്ട് തന്നെയാണ്, ആ ഒരു കടം വീട്ടിക്കൊണ്ട് തന്നെയാണ് ഗോകുലം കേരള FC ഈ ഒരു മാച്ചിന്റെ രണ്ടാം പകുതിയെ സമീപിക്കുന്നത്. റൺ പൂർത്തിയാക്കുന്നത് ഷിനുവിന്റെ ത്രോ ഇൻ പെനാൽറ്റി ഏരിയയിലേക്ക് വൈഡ് ഓപ്പൺ ആയിരുന്ന ശ്രീരാജിലേക്ക്. ആൻഡ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി, പക്ഷേ സ്ട്രേറ്റ് ഇത്തവണ ഇക്ബാലിന്റെ കയ്യിലേക്ക് ആ ബോൾ അടിച്ചു കൊടുക്കുകയാണ്. ബ്രേക്ക് അവേ അറ്റംപ്റ്റ് ആണ്. ഒരു ലോങ് റേഞ്ചറിന് വേണ്ടിയുള്ള ഒരു ഓപ്പൺ സ്പേസ് അദ്ദേഹത്തിന് ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം അത് പാസിലേക്ക് മാറ്റാനുള്ള കുറച്ചുകൂടി ക്ലവറായ, കുറച്ചുകൂടി മെച്ചുവേർഡ് ആയ ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. നമ്മുടെ നിജോ ഗിൽബർട്ട അതിന്റെ അകത്തേക്ക് നല്ലൊരു മുന്നേറ്റവുമായി വീണ്ടും KCB ആണ്. ഒരു ബാക്ക് ഹെഡർ ആൻഡ് നിജോ വീണ് കിടന്നിടത്ത് നിന്ന് അദ്ദേഹം ഒരു തുള്ളി കളിക്കുന്ന ഡോൾഫിനെ പോലെ ഒരു അലയെ തട്ടിയകറ്റി പന്ത് വലയ്ക്കകത്തേക്ക് തല കൊണ്ട് മറിച്ചിടാനുള്ള ശ്രമം. ഇത്തവണ കേരള പ്രീമിയർ ലീഗ് പുതിയ സീസണിലെ അവസാന മത്സരത്തിൽ ബിപിൻ ബോബന്റെ ഫ്രീ കിക്കിൻ പെനാൽറ്റി ഏരിയയിൽ ബിപിൻ ബോബൻ ബ്യൂട്ടിഫുൾ അറ്റംപ്റ്റ്. അവിടെ ക്രോസ് ബാറിനെ വുഡ് വർക്കിനെ പരീക്ഷിച്ച് അതിന്റെ ഫുൾ ടൈം ആകുമ്പോൾ ഒന്നാം പകുതിയിലെ 45 മിനിറ്റുകളിൽ രണ്ട് ടീമുകളും നേടിയ ഓരോ ഗോളുകളുടെ പിൻബലത്തിൽ ശ്രീരാജും അവരും നേടിയ ഓരോ ഗോളുകളുടെ പിൻബലത്തിൽ ഒരു സമനിലയിൽ പിരിയുകയാണ്. ഓരോ ഗോളുകൾ വീതം പങ്കിട്ടെടുത്ത്